എന്താണ് നാപ്റ്റോറിൻ്റെ ഒരു ഇതുണ്ടല്ലോ വന്നിട്ട് ചന്ദ്രൻ ആറങ്ങാടി. ആറങ്ങാടി നാപ്റ്റോർ കസ്റ്റമർ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചിട്ട് അവൻ പറഞ്ഞു വേറെ ആൾ വരുന്നു പറഞ്ഞു. സിയാ വിളിച്ചാണ് വിളിച്ചിട്ട് കുറേ ദിവസമായി. പേര് ചന്ദ്രൻ ആറങ്ങാടി. വേറെ ആരും വരുന്നു മറ്റേ വരുന്നെല്ലാം പറഞ്ഞിട്ടാക്കിയിട്ട് സാധനം കിട്ടിയില്ല. കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിന്. ഇത് മാത്രമേ പെൻഡിങ് ആയിട്ട്. അപ്പുറത്തേക്ക് അല്ല ഇവിടെ വെച്ചോടെ ഇവിടെ നോക്കാൻ സ്ഥലം ഇയാളെ കൊണ്ടുവരുമ്പോൾ നമ്മളെ അടുത്തേക്ക് എത്തിയിട്ട് തിരിച്ചു വന്നതാണ്. ഞാൻ കാത്ത് 1 മണിക്കൂർ കാത്തുന്നതാണ്. വിളിച്ചു പറഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് വീട്ടിലുണ്ട് വന്നോന്ന് ടാക്സിയാണ്. ഏത് പണിയല്ലേ സർവീസ് ഇതെങ്ങനെ ചെയ്യാതെ എനിക്ക് കറക്റ്റായിട്ട് എത്തിക്കണ്ടേ. ഇട്ട സാധനം അവനോട് തോന്നില്ലല്ലോ. സ്കൂളിൽ പോകുന്നതന്നെ പിടിച്ചിട്ടാക്കി. സ്കൂളിൽ പോകുന്നതന്നെ പിടിച്ചിട്ടാക്കി. അണ്ണ സൈഡിൽ സാധനം ഉണ്ടെങ്കിൽ കിട്ടാൻ 20 സാധനം കണക്ക് തന്നെ. ഇപ്പം കണ്ണടയിൽ കൊണ്ടുവരാറിൻ്റെ കണ്ണട കൊണ്ടുവരാകുമ്പോൾ മറ്റു സാധാരണ കണ്ണട പറയാൻ റിട്ടേൺ ഓപ്ഷൻ ഇല്ലല്ലോ. ഇല്ലല്ലോ മറ്റേ മീഷോ അങ്ങനത്തേനാകുമ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ പൈസ നമ്മൾ അവിടെ ഹോട്ടൽ ജീവനക്കാരന് കൊടുത്ത് പൈസയും കൊടുത്തിട്ട് വന്നത്. ഹലോ ആരാ നിങ്ങൾ കൊറിയർ വരുന്നു. നിങ്ങൾ എടുത്തിട്ട് നാളെ ഫീൽ കൊടുത്താൽ മതി. ചേഞ്ചിങ് ഡയസടാ 100 ഉണ്ടോ? 30 ഉണ്ടോ? 30 100 500 ഉണ്ടോ? നാപ്റ്റോറിൻ്റെ കൊറിയർ ഏജൻസിയാണ്. ഇത് വാങ്ങിയവരെന്ന് ബുക്ക് ചെയ്തവരെന്ന് വാങ്ങാൻ വേണ്ടി പോകേണ്ട അവസ്ഥയിലാണുള്ളത്. എയർപോർട്ടിൽ നിന്ന് ചന്ദ്രൻ ഇറങ്ങാൻ ഇവരെ സർവീസ് തീരെ മോശമായ സർവീസാണ്. ഇത് ജനങ്ങൾ അറിയണമെന്ന്. ഇത് എത്രയോ കിലോമീറ്റർ കണ്ടിട്ടാണ് ഞാൻ ഇവിടത്തേക്ക് എത്തിയത് ഈ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ നാപ്റ്റോറിന് പറയുന്നതല്ല വെറും തട്ടിപ്പ് പരിപാടിയാണ്. ആ പറഞ്ഞ കാര്യമൊന്നും നടക്കുന്നില്ല. എല്ലാം തട്ടിപ്പ്. ഇത് അറിയാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ ജില്ലാ ബിസിനസ് സമിതി പറയാൻ കൂടിയാണ് ഈ അന്യാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാവരും അറിയണം. ഈ നാപ്റ്റോറിൻ്റെ പരിപാടി വെറും തട്ടിപ്പാണ്.